ഫാൻ റിവേഴ്സിൽ റൊട്ടേറ്റ് ആവുമെന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇത് മാത്രമല്ല, ഫ്ലോർ മോപ്പ് ചെയ്തതിനു ശേഷം അത് പെട്ടെന്ന് ഡ്രൈ ആവാൻ ഒരു സ്പെഷ്യൽ മോഡ് ഉണ്ടെന്ന് അറിയാവോ? BLDC ഫാൻസിൽ ഇങ്ങനത്തെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് വീട്ടിലേക്ക് നല്ല BLDC ഫാൻ മേടിക്കാൻ നോക്കിയപ്പോ അത്ര സിമ്പിൾ ഒന്നും അല്ല എന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ആൻഡ് ഈ ഇടയ്ക്ക് ഇതിന്റെ പോപ്പുലാരിറ്റി ഇൻക്രീസ് ആവുന്നത് കാരണം എല്ലാ ബ്രാൻഡ്സും ഇതിനെ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. ഒരു ചെറിയ എക്സാമ്പിൾ പറയട്ടെ, ആറ്റംബർഗിൽ തന്നെ 10 ഡിഫറെന്റ് മോഡൽസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം കമ്പയർ ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോ റിസൾട്ട് ഷോക്കിംഗ് ആയിരുന്നു. അതെല്ലാം എന്നാന്ന് ഈ വീഡിയോയിൽ കാണാം. ഇന്ത്യയിലുള്ള എല്ലാ BLDC ഫാൻസും റിസർച്ച് ചെയ്ത് അതിൽ 6 ബെസ്റ്റ് ഫാൻസിനെ മേടിച്ച് കമ്പയർ ചെയ്ത് റിയൽ ടൈം ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇനി ഇത് ഞാൻ കാര്യം സ്പോൺസർ ചെയ്തതല്ല. 6 ഫാൻസിനെ സ്വന്തമായിട്ട് പർച്ചേസ് ചെയ്ത് 30 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ചെയ്ത് ഞങ്ങളുടെ ഹോണസ്റ്റ് വ്യൂനെ നിങ്ങളോട് ഷെയർ ചെയ്യുക. ഇപ്പൊ നോർമൽ ഫാൻ ആൻഡ് BLDC ഫാനിന്റെ ഇടയിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ഇതിന്റെ വാട്ട്സ് കണ്ട റെഗുലർ ഫാൻ 75 വാട്ട്സ് പവറിനെ കൺസ്യൂം ചെയ്യും. പക്ഷെ BLDC ഫാൻ 25 വാട്ട്സ് മാത്രമേ കൺസ്യൂം ചെയ്യൂ. സോ ഒരു യൂണിറ്റിന് 10 റുപ്പീസ് എന്ന് വിചാരിച്ചാലും 1 ഇയറിൽ റെഗുലർ ഫാനിന്റെ ബിൽ 2700 റുപ്പീസ് കാണും. അതേ BLDC ഫാൻ ആണെങ്കിൽ 1000 റുപ്പീസ് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 1600 റുപ്പീസ് സേവ് ചെയ്യാം. സോ നിങ്ങൾക്ക് 1 ഇയറിൽ തന്നെ ഫാനിൽ വെച്ച എക്സ്ട്രാ എമൗണ്ട് വന്നില്ലേ? ഇങ്ങനെ തന്നെ 5 ഇയേഴ്സിന്റെ ബിൽ കാൽക്കുലേറ്റ് ചെയ്താൽ നോർമൽ ഫാനിന്റെ ബിൽ 13,500 ആയിരിക്കും. പക്ഷെ BLDC ഫാൻ ആണെങ്കിൽ 5000 റുപ്പീസ് മാത്രമേ കാണത്തുള്ളൂ. സോ 5 ഇയേഴ്സിൽ നിങ്ങൾക്ക് അറൌണ്ട് 8500 റുപ്പീസ് വരെ സേവ് ചെയ്യാം. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തത് ഒരു ഫാനിന്റെ മാത്രമാണ്. ഇനി എല്ലാവരുടെ വീട്ടിൽ മിനിമം 3 to 4 ഫാൻസ് കാണും. അതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്താൽ നല്ല സേവിങ്സ് തന്നെയാണല്ലേ? ഇത് മാത്രമല്ലാതെ BLDC ഫാൻസ് യൂസ് ചെയ്യുന്നത് കാരണം നോയ്സ് കുറവായിരിക്കും, റിമോട്ട് കൊണ്ട് കൺട്രോൾ ചെയ്യാം ആൻഡ് കുറെ സ്മാർട്ട് ഫീച്ചേഴ്സും ഉണ്ട്. ഞങ്ങൾ ഇന്ന് ടെസ്റ്റ് ചെയ്യുന്ന ബ്രാൻഡ്സ് എന്താന്ന് വെച്ചാൽ ആറ്റംബർഗ് എരിക്ക, ഹാവൽസ് എലിയോ, ക്രോംപ്ടൺ എനർജിയോൺ, ഓറിയൻ സിനോ, ബജാജ് ക്ലാസിക്കോ ആൻഡ് കളർബോട്ട് ഹെലിക്സ്. ഈ ബെസ്റ്റ് ബ്രാൻഡ്സിന്റെ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലേറ്റ് ചെയ്യാതെ വീഡിയോയിലൊറ്റ് പോവാം. ഫസ്റ്റ്, സൈഡ് ബൈ സൈഡ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ഡിസൈൻ, ബിൽഡ് ക്വാളിറ്റി, സ്മാർട്ട് ഫീച്ചേഴ്സ് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നോർമൽ ഫാൻ ആയിട്ട് കമ്പയർ ചെയ്താൽ BLDC ഫാൻസിന്റെ ഡിസൈൻ വളരെ യുണീക്ക് ആണ്. ബജാജ് നോക്കിയാൽ വുഡൻ ഫിനിഷിംഗ് ഡിസൈൻ കൊണ്ടാണ് വരുന്നത്. ഇനി വേറെ ഫാൻസും ക്ലീൻ ആൻഡ് പ്രീമിയം ലുക്കും കൊണ്ടാണ് വരുന്നത്. സോ നിങ്ങളുടെ ഇന്റീരിയേഴ്സിൽ മാച്ച് ആവുന്ന മോഡൽസിനെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. എനിക്ക് പേഴ്സണൽ ആയിട്ട് ആറ്റംബർഗ് ആൻഡ് ഹാവൽസ് ആണ് ഡിസൈൻ വൈസ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇനി എല്ലാ ഫാൻസും അലുമിനിയം ബ്ലേഡ്സ് ആൻഡ് 100% കോപ്പർ വൈൻഡിംഗ് കൊണ്ടാണ് വരുന്നത്. ഇനി ഈ ഫാൻസിന്റെ സ്വീപ്പ് സൈസ് ആൻഡ് വെയിറ്റ്സിനെ കുറിച്ച് നോക്കാം. സ്വീപ്പ് സൈസ് എന്ന് പറഞ്ഞാൽ ഫാനിന്റെ ചുറ്റുമുള്ള ഡയമീറ്റർ ആണ്. ഇത് നമുക്ക് കോമൺ ആയിട്ട് 600 mm, 900 mm, 1200 mm ആൻഡ് 1400 mm സൈസസിൽ കാണും. ഫസ്റ്റ്, 600 mm ഫാൻസ് വളരെ ചെറുതാണ്. മോസ്റ്റ്ലി ഇത് കിച്ചൺസ് ആൻഡ് ചെറിയ ഷോപ്സിൽ യൂസ് ചെയ്യും. ഇനി 900 mm ഫാൻസ് ആണെങ്കിൽ സ്റ്റഡി റൂംസ് അല്ലെങ്കിൽ ഓഫീസസിൽ കാണും. നെക്സ്റ്റ് 1200 mm ഫാൻസ് ആണ് എല്ലാവരുടെ വീട്ടിലും കാണുന്നത്. ഇത് മെയിൻലി ബെഡ്റൂം ആൻഡ് ലിവിംഗ് റൂംസിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യും. ആൻഡ് ലാസ്റ്റ് 1400 mm ഫാൻസ് ആണെങ്കിൽ വലിയ റൂംസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഹാൾസിൽ യൂസ് ചെയ്യും. ഇനി ഇന്ത്യയിൽ മോസ്റ്റ്ലി 1200 mm ഫാൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ 1200 mm സൈസ് ഉള്ള ഫാൻസിനെ മേടിച്ച് കമ്പയർ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഈ എല്ലാ ഫാൻസിന്റെ വെയിറ്റ് ചെക്ക് ചെയ്താൽ ക്രോംപ്ടൺ എല്ലാത്തിനേക്കാൾ കൂടുതൽ 4.9 kgs വെയിറ്റ് ഉണ്ട്. ഇനി ബജാജ് എല്ലാത്തിനേക്കാൾ കുറവ് 2 kgs വെയിറ്റേ ഉള്ളൂ. ബാക്കി എല്ലാ ഫാൻസും അറൌണ്ട് 3 to 4 kgs വെയിറ്റ് ഉണ്ട്. ഈ BLDC ഫാൻസിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ, ഇത് എല്ലാത്തിനും റിമോട്ട്സ് കൊണ്ട് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ഇപ്പൊ അതിൽ വന്ന എക്സ്ട്രാ ഫീച്ചേഴ്സിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ്, ബൂസ്റ്റ് മോഡ്. ജനറലി ഫാനിൽ 5 സ്പീഡ് ലെവൽസ് കാണും. പക്ഷേ ഇവിടെ അഡീഷണൽ ആയിട്ട് ബൂസ്റ്റ് മോഡ് ഉണ്ട്. ഇത് ഓൺ ചെയ്താൽ ഫാൻ മാക്സിമം സ്പീഡിൽ റൺ ആവും. സോ പെട്ടെന്ന് കാറ്റ് വരണമെങ്കിൽ ഈ മോഡിനെ യൂസ് ചെയ്യാം. നെക്സ്റ്റ്, ടൈമർ ആൻഡ് സ്ലീപ്പ് മോഡ്സ്. ഇത് ജനറലി നൈറ്റ് ടൈം കൂടുതൽ യൂസ് ആവും. ഞങ്ങൾ 2 hours or 4 hours ടൈമർ സെറ്റ് ചെയ്താൽ ആ ടൈം കഴിഞ്ഞിട്ട് ഫാൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഓഫ് ആവും. ആൻഡ് സ്ലീപ്പ് മോഡിലാണെങ്കിൽ ഫാൻ സ്പീഡ് ഗ്രാജുവൽ ആയിട്ട് കുറയും. ഇവിടെ നോക്കിയ ആറ്റംബർഗ്, കളർബോട്ട് ആൻഡ് ഓറിയൻ മോഡൽസിൽ ഇങ്ങനെ LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. സോ നൈറ്റ് ടൈം റിമോട്ട് പ്രസ് ചെയ്യുമ്പോൾ ഫാൻ എത്ര സ്പീഡിലുണ്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാം. നെക്സ്റ്റ്, ബ്രീസ് മോഡ്. ഇത് ഓൺലി ഹാവൽസ് ആൻഡ് ബജാജിൽ മാത്രമേ ഉള്ളൂ. ഇതിൽ ഫാൻ സ്പീഡ് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ആയിക്കൊണ്ട് നാച്ചുറൽ വിൻഡ് ഫീൽ തരും. നെക്സ്റ്റ്, മോപ്പ് മോഡ്. ഇത് ഹാവൽസിൽ മാത്രമേ ഉള്ളൂ. ഇത് ബൂസ്റ്റ് മോഡിന്റെ കൂട്ട് കാണും. പക്ഷേ ഇത് എപ്പോൾ യൂസ് ആവാന്ന് വെച്ചാൽ ഫ്ലോർ മോപ്പ് ചെയ്തതിന് ശേഷം ഓൺ ചെയ്താൽ ഫ്ലോർ പെട്ടെന്ന് ഡ്രൈ ആവും. നെക്സ്റ്റ്, റിവേഴ്സ് മോഡ്. ഇത് കളർ ബോട്ടിൽ മാത്രമേ ഉള്ളൂ. ഇവിടെ ഫാൻ റിവേഴ്സ് ഡയറക്ഷനിൽ സ്പിൻ ആവും. ഇത് മെയിൻലി വിന്ററിൽ ഹീറ്റർ ഓൺ ചെയ്യുമ്പോൾ ആ വാം എയർ റൂമിന്റെ മേളിലോട്ട് പോകും. അപ്പോൾ ഈ മോഡ് ഓൺ ചെയ്താൽ ആ വാം എയറിനെ താഴേക്ക് പുഷ് ചെയ്ത് റൂം മുഴുവനും സ്പ്രെഡ് ചെയ്യും. ഇപ്പൊ വരെ എല്ലാ ഫാൻസിലുള്ള ഫീച്ചേഴ്സിനെ കുറിച്ച് അറിഞ്ഞല്ലോ. ഇപ്പൊ അത് റിയൽ ടൈമിൽ എങ്ങനെ വർക്ക് ആവുമെന്ന് നോക്കാം. ഫസ്റ്റ്,
എയർ ഫ്ലോ എങ്ങനെ ഉണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിനെ CMM ൽ മെഷർ ചെയ്യും. CMM എന്ന് പറഞ്ഞാൽ ക്യൂബിക് മീറ്റർ പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര എയർ ഡെലിവറി ചെയ്യുമെന്നാണ്. ഈ CMM വാല്യൂസിന് ജനറൽ ആയിട്ട് ബ്രാൻഡ് സ്പെസിഫിക്കേഷൻസിൽ മെൻഷൻ ചെയ്യും. പക്ഷേ അത് ആക്യുറേറ്റ് ആണോ ഇല്ലയോ എന്ന് ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫാൻ സ്പീഡിന്റെ 5 വെച്ച് ഈ ഡിജിറ്റൽ ആനിമോമീറ്ററിനെ യൂസ് ചെയ്ത് അതിനെ മിഡിൽ, സൈഡ്, കോർണർ പൊസിഷൻസിൽ വെച്ച് എയർ ഫ്ലോ എത്രയുണ്ടെന്ന് മെഷർ ചെയ്യുക. ഫസ്റ്റ് സെന്ററിൽ എയർ ഫ്ലോ എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ കണ്ട ഹാവൽസിൽ എല്ലാത്തിനേക്കാൾ കൂടുതൽ 150 cm ഉണ്ട്. പിന്നെ ക്രോംപ്ടൺ, ഓറിയന്റ് ആൻഡ് ബജാജ് ഈ മൂന്നിലും എയർ ഫ്ലോ കുഴപ്പമില്ല എന്ന് പറയാം. ഇനി ആറ്റംബർഗ് ആൻഡ് കളർ ബോട്ടിലും ഡീസെന്റ് ആയിട്ട് തന്നെ ഉണ്ട്. സെയിം അങ്ങനെ തന്നെ ഫാനിന്റെ സൈഡിൽ എയർ ഫ്ലോ എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ കണ്ട ബജാജിൽ എല്ലാത്തിനേക്കാൾ കൂടുതൽ എയർ ഫ്ലോ വന്നു. നെക്സ്റ്റ് ഓറിയന്റ്, ഹാവൽസ്, ക്രോംപ്ടൺ ആൻഡ് ആറ്റംബർഗ് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. പക്ഷെ കളർ ബോട്ടിൽ മാത്രം എയർ ഫ്ലോ വളരെ കുറവാണ്. ആൻഡ് ലാസ്റ്റ് റൂം കോർണേഴ്സിൽ എയർ ഫ്ലോ എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്തപ്പോ ഇവിടെ എല്ലാത്തിനേക്കാൾ കൂടുതൽ ആറ്റംബർഗ് 67 cm കൊണ്ട് ഹൈയസ്റ്റ് എയർ ഫ്ലോ തരിക. ബാക്കി എല്ലാ ഫാൻസും 50 cm എയർ ഫ്ലോ തരുന്നുണ്ട്. ഇവിടെ റിസൾട്ട്സ് ഒബ്സർവ് ചെയ്ത എല്ലാ ഫാൻസിലും ഡയറക്റ്റ് ഫാനിന്റെ താഴെ നിന്ന എയർ ഫ്ലോ സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. പക്ഷെ റൂം കോർണേഴ്സിൽ പോകുമ്പോഴത്തേക്കും എയർ ഫ്ലോ കുറയും. പക്ഷേ ഈ ആറ്റംബർഗ് എരിക്കയിലുള്ള ബ്ലേഡ് ഡിസൈൻ എയറിനെ വൈഡർ ആംഗിൾസിൽ പുഷ് ചെയ്യുന്നത് കാരണം എല്ലാ കോർണേഴ്സിൽ എയർ ഫ്ലോ ബെറ്റർ ആയിട്ട് സ്പ്രെഡ് ആവും. സോ ഈ ഫാക്ടേഴ്സ് എല്ലാം കൺസിഡർ ചെയ്ത ആറ്റംബർഗ് ബെസ്റ്റ് ആണ്. ഇപ്പൊ സെയിം അങ്ങനെ തന്നെ ഫാനിനെ ബൂസ്റ്റ് മോഡിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ ബജാജിൽ ബൂസ്റ്റ് മോഡ് ഇല്ലാത്തത് കൊണ്ട് ബാക്കി എല്ലാ ഫാൻസിനെ കമ്പയർ ചെയ്യുക. ഇവിടെ റിസൾട്ട്സ് കണ്ട എല്ലാ ഫാൻസിലും എയർ ഫ്ലോ കുറച്ച് ഇംപ്രൂവ് ആയി. ഇതിൽ ഫാനിന്റെ സെൻട്രൽ റീഡിംഗ് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്താൽ ഇവിടെയും ഹാവൽസ് എല്ലാത്തിനേക്കാൾ കൂടുതൽ 154 cm എയർ ഫ്ലോ തരിക. നെക്സ്റ്റ് ഫാനിന്റെ സൈഡിൽ റിസൾട്ട്സ് ഒബ്സർവ് ചെയ്ത ക്രോംപ്ടൺ 115 cm ഹയസ്റ്റ് എയർ ഫ്ലോ തരിക. നെക്സ്റ്റ് കോർണേഴ്സിൽ ചെക്ക് ചെയ്തപ്പോ ഇവിടെയും ആറ്റംബർഗ് എല്ലാത്തിനേക്കാൾ കൂടുതൽ എയർ ഫ്ലോ തരുന്നുണ്ട്. ജനറലി BLDC ഫാൻസ് 26 to 35 വാട്ട്സ് പവർ കൺസ്യൂം ചെയ്യുമെന്ന് ബ്രാൻഡുകാർ ക്ലെയിം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ആക്യുറേറ്റ് റിസൾട്ട്സിന് വേണ്ടി ഇലക്ട്രീഷ്യൻ കൊണ്ട് എക്സ്റ്റേണൽ ആയിട്ട് ഈ പ്ലഗിന് സെറ്റപ്പ് ചെയ്യിപ്പിച്ച് ഈ വാട്ട്സ് മീറ്ററിനെ യൂസ് ചെയ്ത് ചെക്ക് ചെയ്യുക. ഇപ്പൊ എല്ലാ ഫാൻസിനെ മാക്സിമം സ്പീഡിൽ വെച്ച് ടെസ്റ്റ് റീഡിംഗ്സ് ചെക്ക് ചെയ്തപ്പോ എല്ലാ ഫാൻസിന്റെ ബ്രാൻഡ്സ് പറയുന്ന റീഡിംഗ്സ് ഇങ്ങനെ ഉണ്ട്. ഇനി ഞങ്ങൾ മെഷർ ചെയ്തപ്പോ വന്ന റീഡിംഗ്സ് ഇതാണ്. ഇതിൽ ആറ്റംബർഗ് ആണെങ്കിൽ ബ്രാൻഡുകാർ മെൻഷൻ ചെയ്യുന്നേക്കാൾ കുറവ് പവറിനെ കൺസ്യൂം ചെയ്തു. ആൻഡ് കളർ ബോട്ടും മെൻഷൻ ചെയ്യുന്നേക്കാൾ കുറവ് പവറിനെ കൺസ്യൂം ചെയ്തു. പക്ഷെ ക്രോംപ്ടൺ എക്സാക്ട് സെയിം വാട്ട്സ് കൺസ്യൂം ചെയ്തു. ഇനി ഈ 3 ബ്രാൻഡ്സ് ആണെങ്കിൽ മെൻഷൻ ചെയ്യുന്ന പവറിനേക്കാളും കൂടുതൽ പവറിനെ കൺസ്യൂം ചെയ്യുക. ഇനി നോർമൽ ഫാൻസുമായിട്ട് കമ്പയർ ചെയ്തപ്പോ ഇതിന്റെ സൗണ്ട് കുറച്ച് കുറവാന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ ഇതെല്ലാം എത്ര സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നോക്കാം. എല്ലാ ഫാൻസിനെ 5 സ്പീഡിൽ വെച്ച് ഈ ഡെസിബൽ മീറ്ററിനെ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക. ഇവിടെ നോക്കിയാ ബജാജ് കുറച്ച് കൂടുതൽ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ബാക്കിയെല്ലാം 63 to 64 ഡെസിബിൾസ് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്തേ ഉള്ളൂ. ആൻഡ് ലാസ്റ്റ് എല്ലാ ഫാൻസിന്റെ പ്രൈസ് ആൻഡ് വാറന്റിനെ കുറിച്ച് നോക്കാം. ഈ ഫാൻസ് എല്ലാം 3000 to 5000 റേഞ്ചിൽ വരിക. ആൻഡ് കാർഡ് ഓഫേഴ്സ് യൂസ് ചെയ്താൽ പ്രൈസ് ഇനി കുറയും. ഇപ്പൊ ഇതിന്റെ വാറന്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ ക്രോംപ്ടൺ, കളർ ബോട്ട് 4 years വാറന്റി കൊണ്ട് വരിക. സോ നിങ്ങൾ കുറെ കാലം യൂസ് ചെയ്യണമെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നെക്സ്റ്റ് ഓറിയന്റ്, ആറ്റംബർഗ് 3 years വാറന്റി കൊണ്ട് വരിക. ഇനി ഹാവൽസ് ആണെങ്കിൽ 2 years സ്റ്റാൻഡേർഡ് വാറന്റി ആൻഡ് 1 year എക്സ്റ്റൻഡഡ് വാറന്റി കൊണ്ട് വരിക. ആൻഡ് ലാസ്റ്റ് ബജാജ് 2 years വാറന്റി കൊണ്ട് വരിക. ഫൈനൽ ആയിട്ട് ഈ 6 ഫാൻസിൽ എയർ ഫ്ലോ, പവർ കൺസംഷൻ, നോയ്സ്, പ്രൈസ്, വാറന്റി എല്ലാം ചെക്ക് ചെയ്തപ്പോ ഇതിൽ ഞങ്ങളുടെ ഫസ്റ്റ് റിക്കമെൻഡേഷൻ ആറ്റംബർഗ് ആൻഡ് ഹാവൽസ് ഫാൻസ് ആണ്. എന്നാന്ന് വെച്ചാൽ ഇത് എയർ ഫ്ലോ ആൻഡ് പവർ കൺസംഷൻ ടെസ്റ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. അതല്ലാതെ ഇതിൽ അഡീഷണൽ ഫീച്ചേഴ്സും കൊള്ളാം. ഇനി ഞങ്ങളുടെ സെക്കൻഡ് റിക്കമെൻഡേഷൻ ക്രോംപ്ടൺ. എന്നാന്ന് വെച്ചാൽ ഇതും എല്ലാ ടെസ്റ്റിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്തു. സോ നിങ്ങൾക്കും പവർ ബില്ല് കുറയ്ക്കണമെങ്കിൽ നല്ല ഫാൻ സെലക്ട് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ആമസോൺ, ഫ്ലിപ്കാർട്ട് ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. ഇതുപോലത്തെ ഡീറ്റെയിൽ ടെസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ്.